നമസ്കാരം, ഏവർക്കും റാങ്ക് ഫയൽ എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇന്നത്തെ ടോപ്പിക് കറണ്ട് അഫയേഴ്സ് 2025 മാർച്ച് 1. ഒന്നാമത്തെ ചോദ്യം: കേരളത്തിലെ ആദ്യ വി പാർക്ക് നിലവിൽ വന്നത് ഏത് ജില്ലയിലാണ്? കേരളത്തിലെ ആദ്യ വി പാർക്ക് നിലവിൽ വന്നത് ഏത് ജില്ലയിലാണ്? ഉത്തരം കൊല്ലം. വെർച്വൽ റിയാലിറ്റി സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കേരളത്തിൻ്റെ സാംസ്കാരിക പൈതൃകവും പ്രകൃതി ഭംഗിയും അനുഭവിക്കാൻ ഇത് അവസരമൊരുക്കുന്നു. കേരളത്തിലെ ആദ്യ വി പാർക്ക് നിലവിൽ വന്നത് കൊല്ലം ജില്ലയിലാണ്. വെർച്വൽ റിയാലിറ്റി സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കേരളത്തിൻ്റെ സാംസ്കാരിക പൈതൃകവും പ്രകൃതി ഭംഗിയും അനുഭവിക്കാൻ ഇത് അവസരമൊരുക്കുന്നു. രണ്ടാമത്തെ ചോദ്യം: ലോക്സഭാ മണ്ഡല പുനർവിഭജനത്തിൽ കേരളത്തിന് നഷ്ടമാകുന്ന സീറ്റുകളുടെ എണ്ണം എത്രയാണ്? ലോക്സഭാ മണ്ഡല പുനർവിഭജനത്തിൽ കേരളത്തിന് നഷ്ടമാകുന്ന സീറ്റുകളുടെ എണ്ണം എത്രയാണ്? ഉത്തരം 2. ലോക്സഭാ മണ്ഡല പുനർവിഭജനത്തിൽ കേരളത്തിന് നഷ്ടമാകുന്ന സീറ്റുകളുടെ എണ്ണം 2. 2021 സെൻസസ് അടിസ്ഥാനമാക്കി 2025 ഫെബ്രുവരി 15 പ്രഖ്യാപിച്ച പുനർവിഭജനത്തിൽ കേരളത്തിൻ്റെ സീറ്റുകൾ 20-ൽ നിന്ന് 18 കുറയും. ജനസംഖ്യാ വളർച്ച നിയന്ത്രിച്ചതിൻ്റെ ഫലമായാണ് ഈ മാറ്റം വന്നത്. ലോക്സഭാ മണ്ഡല പുനർവിഭജനത്തിൽ കേരളത്തിന് നഷ്ടമാകുന്ന സീറ്റുകളുടെ എണ്ണം 2. 2021 സെൻസസ് അടിസ്ഥാനമാക്കി 2025 ഫെബ്രുവരി 15 പ്രഖ്യാപിച്ച പുനർവിഭജനത്തിൽ കേരളത്തിൻ്റെ സീറ്റുകൾ 20-ൽ നിന്ന് 18 കുറയും. ജനസംഖ്യാ വളർച്ച നിയന്ത്രിച്ചതിൻ്റെ ഫലമായാണ് ഈ മാറ്റം വന്നത്. മൂന്നാമത്തെ ചോദ്യം: ലോകത്തിലെ ആദ്യ വീഡിയോ കോൺഫറൻസ് സംവിധാനങ്ങളിലൊന്നായ അടച്ചുപൂട്ടാൻ ഒരുങ്ങുന്ന മൈക്രോസോഫ്റ്റ് സംരംഭം ഏതാണ്? ലോകത്തിലെ ആദ്യ വീഡിയോ കോൺഫറൻസ് സംവിധാനങ്ങളിലൊന്നായ അടച്ചുപൂട്ടാൻ ഒരുങ്ങുന്ന മൈക്രോസോഫ്റ്റ് സംരംഭം ഏതാണ്? ഉത്തരം സ്കൈപ്പ്. 2003 നിക്കോളാസ് സെൻസ്ട്രോം, ജാനസ് ഫ്രീസ് എന്നിവർ ചേർന്ന് സ്ഥാപിച്ച സ്കൈപ്പ് വീഡിയോ കോൺഫറൻസിംഗിൽ വിപ്ലവം സൃഷ്ടിച്ചു. പുതിയ സാങ്കേതിക വിദ്യകളുടെ വരവോടെ സ്കൈപ്പിൻ്റെ പ്രാധാന്യം കുറഞ്ഞു. മൈക്രോസോഫ്റ്റ് ടീംസ് പോലുള്ള സേവനങ്ങൾ മുൻതൂക്കം നേടി. ലോകത്തിലെ ആദ്യ വീഡിയോ കോൺഫറൻസ് സംവിധാനങ്ങളിലൊന്നായ ഇപ്പോൾ അടച്ചുപൂട്ടാനൊരുങ്ങുന്ന മൈക്രോസോഫ്റ്റ് സംരംഭം സ്കൈപ്പാണ്. 2003 നിക്കോളാസ് സെൻസ്ട്രോം, ജാനസ് ഫ്രീസ് എന്നിവർ ചേർന്ന് സ്ഥാപിച്ച സ്കൈപ്പ് വീഡിയോ കോൺഫറൻസിംഗിൽ വിപ്ലവം സൃഷ്ടിച്ചു. പുതിയ സാങ്കേതിക വിദ്യകളുടെ വരവോടെ സ്കൈപ്പിൻ്റെ പ്രാധാന്യം കുറഞ്ഞു. മൈക്രോസോഫ്റ്റ് ടീംസ് പോലുള്ള സേവനങ്ങൾക്കാണ് ഇപ്പോൾ മുൻതൂക്കം ലഭിക്കുന്നത്. നാലാമത്തെ ചോദ്യം: ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ്റെ പുതിയ ഡയറക്ടറായി നിയമിതനായത് ആരാണ്? ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ്റെ പുതിയ ഡയറക്ടറായി നിയമിതനായത് ആരാണ്? ഉത്തരം സുമൻ കുമാർ. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ്റെ പുതിയ ഡയറക്ടറായി നിയമിതനായത് സുമൻ കുമാർ. അഞ്ചാമത്തെ ചോദ്യം: 2025 ഫെബ്രുവരിയിൽ അന്തരിച്ച പ്രശസ്ത സോവിയറ്റ് ചെസ് ഇതിഹാസം ആര്? 2025 ഫെബ്രുവരിയിൽ അന്തരിച്ച പ്രശസ്ത സോവിയറ്റ് ചെസ് ഇതിഹാസം ആര്? ബോറിസ് സ്പാസ്കി. 2025 ഫെബ്രുവരിയിൽ അന്തരിച്ച പ്രശസ്ത സോവിയറ്റ് ചെസ് ഇതിഹാസം ബോറിസ് സ്പാസ്കി. 1972 ബോബി ഫിഷറുമായി നടന്ന ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് മത്സരത്തിൽ പങ്കെടുത്ത് സ്പാൻസ്കി ശ്രദ്ധേയനായി. അദ്ദേഹത്തിൻ്റെ മരണത്തോടെ ഒരു ചെസ് കാലഘട്ടം അവസാനിക്കുന്നതായി വിലയിരുത്തപ്പെടുന്നു. 1937 ജനിച്ച സ്പാസ്കി 1969 മുതൽ 1972 വരെ ലോക ചെസ് ചാമ്പ്യനായിരുന്നു. 2025 ഫെബ്രുവരിയിൽ അന്തരിച്ച പ്രശസ്ത സോവിയറ്റ് ചെസ് ഇതിഹാസം ബോറിസ് സ്പാസ്കി. 1972 ബോബി ഫിഷറുമായി നടന്ന ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് മത്സരത്തിൽ പങ്കെടുത്ത് സ്പാസ്കി ശ്രദ്ധേയനായി. അദ്ദേഹത്തിൻ്റെ മരണത്തോടെ ഒരു ചെസ് കാലഘട്ടം അവസാനിക്കുന്നതായി വിലയിരുത്തപ്പെടുന്നു. 1937 ജനിച്ച സ്പാസ്കി 1969 മുതൽ 1972 വരെ ലോക ചെസ് ചാമ്പ്യനായിരുന്നു. ഏഴാമത്തെ ചോദ്യം:
ഉത്തരാഖണ്ഡിൽ ഉണ്ടായ ഹിമപാതത്തെ തുടർന്ന് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്ന കരസേനയിലെ സംഘം ഏത്? ഉത്തരാഖണ്ഡിലുണ്ടായ ഹിമപാതത്തെ തുടർന്ന് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്ന കരസേനയിലെ സംഘം ഏത്? ഉത്തരം ഐബക് ബ്രിഗേഡ്. ഉത്തരാഖണ്ഡിൽ ഉണ്ടായ ഹിമപാതത്തെ തുടർന്ന് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്ന കരസേനയിലെ സംഘമാണ് ഐബക്സ് ബ്രിഗേഡ്. എട്ടാമത്തെ ചോദ്യം. ഇതുവരെ കണ്ടെത്തിയിട്ടുള്ളതിൽ കരയിൽ ജീവിച്ചിരിക്കുന്നതിൽ വച്ച് ഏറ്റവും പഴക്കമേറിയ ജീവിയുടെ ഫോസിൽ ഏത്? ഇതുവരെ കണ്ടെത്തിയിട്ടുള്ളതിൽ വച്ച് കരയിൽ ജീവിച്ചിരിക്കുന്നതിൽ വച്ച് ഏറ്റവും പഴക്കമേറിയ ജീവിയുടെ ഫോസിൽ ഏത്? ഉത്തരം കാംബേകാരിസ് ഒബനിസിസ്. ഇതുവരെ കണ്ടെത്തിയിട്ടുള്ളതിൽ കരയിൽ ജീവിച്ചിരിക്കുന്നതിൽ വച്ച് ഏറ്റവും പഴക്കമേറിയ ജീവിയുടെ ഫോസിലാണ് കാംബേകാരിസ് ഒബനിസിസ്. കാംബ്രിയൻ കാലഘട്ടത്തിൽ ഏകദേശം 541 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്ന ഈ ജീവി സങ്കീർണമായ ജീവരൂപങ്ങളിലേക്കുള്ള പരിണാമത്തിൻ്റെ തെളിവാണ്. ഇതുവരെ കണ്ടെത്തിയിട്ടുള്ളതിൽ കരയിൽ ജീവിച്ചിരിക്കുന്നതിൽ വച്ച് ഏറ്റവും പഴക്കമേറിയ ജീവിയുടെ ഫോസിലാണ് കാംബേകാരിസ് ഒബനിസിസ്. കാംബ്രിയൻ കാലഘട്ടത്തിൽ ഏകദേശം 541 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഈ ജീവി സങ്കീർണമായ ജീവരൂപങ്ങളിലേക്കുള്ള പരിണാമത്തിൻ്റെ തെളിവാണ്. ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് അവസാനിക്കുന്നു. മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. തുടർന്നും വീഡിയോസ് കാണുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക.